ഹലോ കൂട്ടുകാരെ, നമ്മുടെ വീട്ടിലുള്ള ഇരുമ്പൻ പുളി വെച്ച് നമുക്ക് ഒരു അടിപൊളി അച്ചാറുണ്ടാക്കാമേ. ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഇരുമ്പൻ പുളി നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഇരുമ്പൻ പുളിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് വയ്ക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇതിൽ ഞാൻ ഒരു സ്പെഷ്യൽ സാധനം ചേർക്കണുണ്ട്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ശർക്കരയാണ്. ഒരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്താണ് ഞാൻ ഈ അച്ചാറുണ്ടാക്കുന്നത്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബൗളിലെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതിലേക്ക് തിളപ്പിച്ചെടുത്ത വെള്ളം, പച്ചവെള്ളം ചേർക്കരുത്, തിളപ്പിച്ചെടുത്ത വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കണേ. പച്ചവെള്ളം ഒഴിച്ചാൽ അത് ഈ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോവേ. അതുകൊണ്ട് വെള്ളം തിളപ്പിച്ച് തന്നെ എടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് ഈ കലക്കിയെടുത്ത് അരപ്പ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ അല്പം വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചതും 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് പറ്റി വരണം. അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇല്ലേ, അത് ചേർത്ത് കൊടുക്കണേ. ഈ ശർക്കര ഇങ്ങോട്ട് ഈ അച്ചാറുണ്ടാക്കുമ്പോഴേ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഇത് അറിയാവുന്നവർ ഉണ്ടായിരിക്കാം, പക്ഷേ ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണുണ്ടേ. ഇനി ഒരുവിധം വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പൻ പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇരുമ്പൻ പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ. എന്നിട്ട് നല്ല ഇതൊന്ന് ഇളക്കിയെടുക്കണേ. ഉപ്പൊക്കെ പാകത്തിന് അതിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. കായവും ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഈ ശർക്കരയും ഉപ്പും ശർക്കരയും കായവും ഇതെല്ലാം കൂടെ പിടിച്ച് പിറ്റേ ദിവസത്തേക്കാണ് ഈ അച്ചാർ കൂട്ടാൻ നല്ല ടേസ്റ്റുള്ളത് തോന്നുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. നിങ്ങളെല്ലാം